ഇനി എന്റെ പഞ്ചായത്ത് പോകുന്നത് മലപ്പുറം ജില്ലയിലെ മൊറയൂർ പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങളിലേക്കാണ്. വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ പഞ്ചായത്ത് പ്രസിഡന്റ് പൊറ്റമ്മൽ സുനീറയുണ്ട്. സ്വാഗതം ശ്രീമതി സുനീറ. ഡിജിറ്റൽ സാക്ഷരത നേടിയ ആദ്യ പഞ്ചായത്താണ് മൊറയൂർ പഞ്ചായത്ത്. കായകൽപ്പ അവാർഡ് നേടിയിട്ടുണ്ട്. വിവിധ മേഖലകളിൽ നടത്തിയ മികച്ച പ്രവർത്തനങ്ങളാണ് ഇത്തരത്തിൽ അംഗീകാരത്തിന്റെ നിറവിൽ പഞ്ചായത്തിനെ എത്തിച്ചത്. എങ്ങനെ വിലയിരുത്തുന്നു ഈ ഒരു വികസന പ്രവർത്തനങ്ങളെ? വളരെയധികം സന്തോഷമുണ്ട്. കാരണം എല്ലാ പ്രവർത്തനങ്ങളും വളരെ നല്ല രീതിയിലാണ് പ്രവർത്തിച്ചു പോകുന്നത്. ഒരു പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക് എല്ലാ വികസന പ്രവർത്തനങ്ങളും കയ്യൊപ്പ് ചേർക്കാൻ സാധിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും മൊറയൂർ ഗ്രാമപഞ്ചായത്ത് ഒരു കാർഷിക മേഖലയാണ്. കാർഷിക മേഖലയിൽ ഏതൊക്കെ വികസന പ്രവർത്തനങ്ങളാണ് ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കിയത്? കാർഷിക മേഖലയിൽ നമ്മുടെ ഇപ്പം നെൽകൃഷി, പച്ചക്കറി, അതുപോലെ കേര ഗ്രാമം, ഈ പദ്ധതികളൊക്കെ വെച്ച് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ മേഖലയിലും കാർഷിക മേഖലയ്ക്ക് നെൽകൃഷി ഉണ്ട്. അതുപോലെ തന്നെ മറ്റു പച്ചക്കറി കൃഷികളൊക്കെ ചെയ്യുന്ന ഒരുപാട് നല്ല കർഷകരും അതുപോലെ തന്നെ പാടശേഖര സമിതികളൊക്കെ ഉള്ള ഒരു പഞ്ചായത്താണ് നമ്മുടെ ജനകീയാസൂത്രണ പദ്ധതിയിൽ ഒട്ടേറെ പ്രവർത്തനങ്ങൾ നമ്മൾ അവർക്ക് നൽകിയിട്ടുണ്ട്. അതുപോലെ വന്യജീവി മൃഗത്തിന്റെ പന്നിന്റെ ശല്യമുള്ളതിന്റെ അതിന് നമ്മുടെ സോളാർ വേലികൾ സ്ഥാപിച്ചിട്ടുണ്ട്. അതുപോലെ അവർക്ക് ഷൂട്ടർമാർക്ക് ലൈസൻസ് കൊടുത്തിട്ടുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും കാർഷിക മേഖലയിൽ നിരവധി വികസന പ്രവർത്തനങ്ങളാണ് പഞ്ചായത്ത് നടപ്പിലാക്കിയിരുന്നത്. അതുപോലെ തന്നെ ലൈഫ് പദ്ധതി സംസ്ഥാനത്ത് 2020 ആദ്യ എഗ്രിമെന്റ് വെച്ച പഞ്ചായത്താണ്. പഞ്ചായത്തിലെ ഭവന നിർമ്മാണ പദ്ധതി എത്രത്തോളം നടപ്പിലാക്കാൻ സാധിച്ചു? ഭവന നിർമ്മാണത്തിന് നമുക്ക് 216 ലൈഫ് ഭവന വീടുകൾ നമുക്ക് കൊടുക്കാൻ സാധിച്ചു. അതുപോലെ 30 ഭൂമിയില്ലാത്ത ഭവന രഹിതർക്ക് സ്ഥലം വാങ്ങി നൽകാനും നമുക്ക് പഞ്ചായത്തിന് സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 20 PMAY വീടുകളും നമ്മൾക്ക് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് കിട്ടിയ അപേക്ഷകൾ ഏകദേശം ലൈഫിന്റെ തീർന്നിട്ടുണ്ട്. ലൈഫിൽ നമുക്ക് 2020 നമ്മുടെ സംസ്ഥാനത്ത് തന്നെ ആദ്യ എഗ്രിമെന്റ് വെച്ചൊരു പഞ്ചായത്തായിരുന്നു. അവിടുന്ന് തുടക്കം കുറിച്ച് വരുന്നതിന്റെ മുന്നേ നമുക്ക് 96, ഞാൻ അന്നും പഞ്ചായത്ത് മെമ്പർ ആയിരുന്നു, അന്ന് നമുക്ക് 96 വീടുകൾ ഒന്നും കൊടുക്കാൻ സാധിച്ചു. ഇപ്പൊ നമ്മൾ 120, അങ്ങനെ ടോട്ടൽ 216 വീടുകളാണ് നമുക്ക് ലൈഫിൽ നമുക്ക് ജനങ്ങൾക്ക് സാധിച്ചത്. ജനങ്ങളുടെ ഒരു ആവശ്യമായിരുന്നു. കാരണം ഒരു വീട് എന്ന എല്ലാവരുടെ ഒരു സ്വപ്നമാണല്ലോ, അത് യാഥാർത്ഥ്യമാക്കിയുള്ള ഒരു ചാരിതാർത്ഥ്യത്തിലാണ് ഇപ്പൊ നിൽക്കുന്നത്. തീർച്ചയായിട്ടും. അതുപോലെ തന്നെ ഈ സ്ത്രീ ശാക്തീകരണ രംഗത്ത് പഞ്ചായത്ത് എത്രത്തോളമാണ് ഇടപെട്ടിട്ടുള്ളത്? സ്ത്രീ ശാക്തീകരണ രംഗത്ത് നമുക്ക് ഒരു യൂണിറ്റ് സംരംഭങ്ങൾ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ തുണിസഞ്ചി യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. ആ തുണിസഞ്ചി യൂണിറ്റ് അതുപോലെ ഒരുപാട് സംരംഭങ്ങൾ നമുക്ക് 21 സംരംഭം നമുക്ക് ഇപ്പൊ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഇനി നമ്മള് ഇപ്പൊ 15 ലക്ഷത്തോളം നമ്മള് പുതിയ സംരംഭം തുടങ്ങുന്നവർക്കുള്ള ഫണ്ടുകൾ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ പ്രവാസികൾക്ക് സംരംഭത്തിനുള്ള ഫണ്ട് വെച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാ മേഖലയിലേക്കും യുവാക്കൾക്കും സ്ത്രീകൾക്കും ഒക്കെ കടന്നു വരാനുള്ള ഒരുപാട് നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്. സ്ത്രീ ശാക്തീകരണ രംഗത്ത് നല്ല രീതിയിൽ ഇപ്പൊ MKSP കാർഷിക മേഖലയിലൊക്കെ സ്ത്രീകളെ ഹൈടെക് ആയിട്ട് മെഷീനറിയിൽ കൂടെ കാർഷിക മേഖലയെ കൊണ്ടുവരാനുള്ള തയ്യാറെടുപ്പിലാണ് മൊറയൂർ പഞ്ചായത്ത് ഇപ്പോൾ നിൽക്കുന്നത്. തീർച്ചയായിട്ടും സ്ത്രീ ശാക്തീകരണ രംഗത്ത് വികസന പദ്ധതികളാണ് മൊറയൂർ ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കുന്നത്. മാലിന്യ സംസ്കരണം എത്രത്തോളമാണ് ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കുന്നത്? കുട്ടികളുടെ ഹരിതസഭയടക്കം സംഘടിപ്പിച്ച ഒരു പഞ്ചായത്ത് കൂടിയാണ്. മാലിന്യ സംസ്കരണ രംഗത്ത് ഒരുപാട് നമുക്ക് നിലവിൽ നമുക്ക് MCF ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾക്ക് 38 ഹരിതകർമ്മസേന അംഗങ്ങൾ ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഇപ്പൊ സർക്കാരിന്റെ മാലിന്യമുക്ത നവകേരളത്തിന്റെ ഭാഗമായിട്ട് 10 തൊഴിലാളികളെ വെച്ചിട്ട് നമ്മുടെ ക്ലീൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് നിലവിലായി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ നിൽക്കുകയാണ്. ഇന്ന് നമ്മുടെ മാലിന്യമുക്ത നവകേരളത്തിന്റെ പ്രഖ്യാപനവും അവരുടെ ഒരു വിളംബര ജാഥയും നമുക്കിന്ന് നടത്താൻ സാധിച്ചു. അതുപോലെ തന്നെ നമുക്ക് MCFകൾ, മിനി MCFകൾ വാർഡുകളിലുണ്ട്. പിന്നെ വോട്ടിൽ ബൂത്തുകൾ 30 വോട്ടിൽ ബൂത്തുകൾ നമുക്ക് പഞ്ചായത്തിന് നൽകാൻ സാധിച്ചിട്ടുണ്ട്. ബിന്നുകൾ സാധിച്ചിട്ടുണ്ട്.
അതുപോലെ തന്നെ കടകൾ വ്യാപാരികളുടെ ഒക്കെ മുന്നിൽ നമുക്ക് ബിന്നുകൾ സ്ഥാപിച്ച് നല്ല രീതിയിൽ പ്രവർത്തിച്ച് പോകുന്ന ഒരു പഞ്ചായത്താണ്. എങ്കിലും നമ്മുടെ ഈ ഇന്നത്തെ ഒരു ചാരിതാർത്ഥ്യം പറഞ്ഞത് നമ്മുടെ പ്രഖ്യാപനം നടത്തിയ ഒരു പഞ്ചായത്ത് എന്നുള്ള വിളംബര ജാഥയും അതുപോലെ തന്നെ അതിന്റെ പ്രതിജ്ഞയും നടത്തിയ ഒരു ചരിതാർത്ഥത്തിലാണ് ഇപ്പോൾ പഞ്ചായത്ത് നിൽക്കുന്നത്. തീർച്ചയായിട്ടും മൊറയൂർ ഗ്രാമപഞ്ചായത്തിലെ ഏറ്റവും എടുത്തു പറയേണ്ടത് ആരോഗ്യ മേഖലയിലെ നേട്ടം തന്നെയാണ്. കായകൽപ്പ് പുരസ്കാരം അടക്കം ലഭിച്ചിട്ടുണ്ട്. ആരോഗ്യ മേഖലയിൽ മൊറയൂർ ഗ്രാമപഞ്ചായത്തിന്റെ ഒരു ഇടപെടൽ എത്രത്തോളമാണ് ഉണ്ടായിട്ടുള്ളത്? ആരോഗ്യരംഗത്ത് നമ്മുടെ പഞ്ചായത്തിനെ കുറിച്ച് പറഞ്ഞ പ്രധാനപ്പെട്ട നമ്മുടെ അങ്ങാടിയോട് ചേർന്ന് ജനങ്ങൾക്കെല്ലാം എത്തിച്ചേരാൻ പറ്റുന്ന ഒരു സ്ഥലത്താണ് നമ്മുടെ കുടുംബാരോഗ്യ കേന്ദ്രമുള്ളത്. സാധാരണ OPയും ഈവനിങ് OPയും നടക്കുന്നുണ്ട്. ഡോക്ടറുടെയും ഫാർമസിസ്റ്റുകളുടെയും നിയമിച്ചിട്ടുണ്ട്. 3 ഡോക്ടർമാരുടെ സേവനം ജനങ്ങൾക്ക് എപ്പോഴും ലഭ്യമാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ശരാശരി 300 മുതൽ 400 ആളുകൾ വരെ നമ്മുടെ OPയിൽ ചികിത്സ തേടുന്നുണ്ട്. ജീവിതശൈലി ക്ലിനിക്ക്, ഗർഭിണികൾക്കുള്ള ക്ലിനിക്ക്, പ്രതിരോധ കുത്തിവെപ്പ് പരിഹാരം, മാസത്തിൽ 1 ദിവസം കണ്ണു പരിശോധന ക്യാമ്പുകൾ നടക്കുന്നുണ്ട്. പകർച്ചവ്യാധി രോഗങ്ങൾ നടക്കുന്നുണ്ട്. പ്രതിരോധ പ്രവർത്തനങ്ങള്, മാനസിക വെല്ലുവിളികൾ നേരിടുന്നവർക്കുള്ള മരുന്ന് വിതരണം എന്നിവയെല്ലാം കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ പ്രവർത്തനത്തില് ഭാഗമായി നടക്കുന്നുണ്ട്. അതുപോലെ നമുക്ക് ഇപ്പൊ 2 സബ് സെന്ററുകളും പുതുതായി നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതിന്റെ വർക്കുകളും നടന്നു കൊണ്ടിരിക്കുകയാണ്. കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ കീഴിലുള്ള 5 പൊതു കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ച് ജീവിതശൈലി ക്ലിനിക്കുകള്, വയോജന ആരോഗ്യ ക്ലിനിക്ക്, ആരോഗ്യ ആശമാർക്കുള്ള കുട്ടികൾക്കും പ്രതിരോധകൾക്കുള്ള കുത്തിവെപ്പ്, രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ എന്നിവയൊക്കെ നടത്തുന്നുണ്ട്. ഉപകേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ച് ചെറിയ രോഗികൾ ഡ്രസ്സിങ്, മുറിവൊക്കെ വന്നാൽ ഡ്രസ്സിങ് ഉള്ളത് അതിപ്പോ ജനങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായിട്ട് നടത്തിക്കൊണ്ട് പോകുന്നുണ്ട്. കിടപ്പിലായ രോഗികൾക്ക്, ക്യാൻസർ രോഗികൾക്ക് എന്നിവരെ വീട്ടിൽ ചെന്ന് ശുശ്രൂഷിക്കുന്നതിന് വേണ്ടി പാലിയേറ്റീവ് പരിരക്ഷാ സംഘവും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ പൊതുജനങ്ങളുടെ ഫണ്ടായിട്ട് നമ്മള് പരിരക്ഷാ പദ്ധതിയായിട്ട് കിടപ്പിലായ രോഗികൾക്ക് ഒരു പെൻഷനും നമ്മുടെ പഞ്ചായത്ത് ജനങ്ങളുടെ ഒരു ഫണ്ടായിട്ട് നമുക്ക് അവർക്ക് മാസം 500 രൂപ വെച്ചുകൊണ്ട് ഒരു പെൻഷനും നമ്മൾ പഞ്ചായത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഹോം കെയർ പരിശീലനത്തിലൂടെയും പാലിയേറ്റീവ് പരിപാലനമൊക്കെ നല്ല രീതിയിൽ നടന്നു വരുന്ന ഒരു പഞ്ചായത്താണ് നമ്മുടെ പഞ്ചായത്ത്. തീർച്ചയായിട്ടും ആരോഗ്യ മേഖലയിലും പാലിറ്റീവ് പ്രവർത്തനവും അടക്കം മികച്ച രീതിയിൽ നടത്തിവരുന്ന ഒരു ഗ്രാമപഞ്ചായത്താണ് മൊറയൂർ പഞ്ചായത്ത്. അതുപോലെ തന്നെ ഡിജിറ്റൽ സാക്ഷരത നേടിയ പഞ്ചായത്ത് കൂടിയാണ്. DG കേരള പദ്ധതി വഴിയാണ് ഈ ഒരു നേട്ടം കൈവരിച്ചിരിക്കുന്നത്. ഈ ഒരു നേട്ടത്തിലേക്ക് എങ്ങനെയാണ് എത്തിച്ചേർന്നത്? DG കേരളം പറഞ്ഞ് നമ്മുടെ സർക്കാരിന്റെ ഒരു പുതിയ പദ്ധതിയായിരുന്നു. എങ്കിലും അത് നമ്മുടെ പഞ്ചായത്തിലെ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും അതുപോലെ നമ്മുടെ അംഗൻവാടി വർക്കേഴ്സും പൊതുജനങ്ങളൊക്കെ നമ്മുടെ നിരന്തരം ഗ്രാമസഭകളും മീറ്റിങ്ങുകളൊക്കെ വിളിച്ച് അവരൊക്കെ അതിന്റെ സർവേയുടെ ഭാഗമായിട്ട് എല്ലാവരും ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചതിന്റെ ഫലമായിട്ടാണ് നമുക്ക് ഈ സംസ്ഥാനത്ത് തന്നെ DG കേരളം ഒന്നാമതായി നമുക്ക് നിലകൊള്ളാൻ സാധിച്ചത്. അതിലേറെ സന്തോഷമുണ്ട്. കാരണം അതിന് എല്ലാവരുടെയും അതിന്റെ 1ാം ഘട്ടം മുതൽ അവസാന ഘട്ടം വരെ നമ്മുടെ 60 വയസ്സ് കഴിഞ്ഞ വരെ അവരുടെ വാട്സപ്പും ഫേസ്ബുക്കും അവരെ പഠിപ്പിച്ചുകൊണ്ട് ഓരോ അംഗൻവാടിയിലും ഓരോ കമ്മിറ്റികൾ ഉണ്ടാക്കി നിരന്തരം ഇറങ്ങി ഓരോ വീടുകളുടെ അതിന്റെ സർവേ നടത്തി ആർക്കൊക്കെയാണ് ഡിജിറ്റൽ സാക്ഷരത കൈവരിക്കാത്തവരെന്ന് കണ്ടെത്തി അവരുടെ എല്ലാ സർവേകളും പൂർത്തീകരിച്ചാണ് നമുക്കത് നേടാൻ സാധിച്ചത്. ഈ ലഹരി വിരുദ്ധ പദ്ധതികളൊക്കെ എങ്ങനെയാണ് ഗ്രാമപഞ്ചായത്തിൽ നടപ്പിലാക്കുന്നത്? നേരത്തെ തന്നെ നമ്മൾ പുകയില വിരുദ്ധ പഞ്ചായത്താക്കി നമ്മുടെ പഞ്ചായത്ത് മാറ്റിയിരുന്നു. അതിന്റെ ഭാഗമായിട്ട് ഇപ്പൊ നമ്മൾ ലഹരിക്ക് അതിക്രമിച്ചു കൊണ്ടിരിക്കുന്ന ഈ ലഹരിയെ തടയണം എന്നുള്ള മുഴുവൻ സ്കൂളുകൾക്കും അതുപോലെ ക്ലബ്ബുകൾക്കും ഒക്കെ ബോധവൽക്കരണ ക്ലാസുകൾ നടത്തി. അതുപോലെ അതിന് ഓരോ RRT ടീമിനെയും നിരന്തരം നമ്മൾ ഏർപ്പാട് വരുത്തി നമ്മുടെ ചുറ്റുവട്ടത്തുള്ളത് നമുക്ക് ഏറ്റവും കണ്ടെത്തുക എന്നുള്ളതിന്റെ മുൻകരുതലിന്റെ ഭാഗമായിട്ട് ഒട്ടേറെ പ്രവർത്തനം നമുക്ക് നടത്തി. അതുപോലെ തന്നെ ഓരോ മഹല്ലുകളുടെ കീഴിലും ഓരോ പള്ളിയുടെ കീഴിലും സ്ഥാപനങ്ങളുടെ കീഴിലും ഒക്കെ നമ്മൾ പ്രത്യേകം ഇതിനുള്ള ക്ലാസ്സുകളും CIN ഇവരൊക്കെ വിളിച്ച് ബോധവൽക്കരണ ക്ലാസ്സുകളൊക്കെ നടത്തി പോരുന്നുണ്ട്. തുടർന്നുകൊണ്ടിരിക്കുകയാണ് ക്ലാസ്സുകളൊക്കെ. തീർച്ചയായിട്ടും ഇനിയുള്ള ഭാവി വികസന പദ്ധതികൾ എന്തൊക്കെയാണ്?
ഇനിയുള്ള ഭാവി പ്രവർത്തനം പറഞ്ഞാൽ നമ്മുടെ ഇപ്പം വയോജനങ്ങൾക്ക് അവർക്ക് ക്ലബ്ബുകൾ നമ്മൾ 3 ക്ലബ്ബുകൾ നമ്മുടെ പഞ്ചായത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. വയോജന ക്ലബ്ബുകൾ ഇനി ഒട്ടേറെ വയോജന ക്ലബ്ബുകൾ അവർക്ക് ഉല്ലാസത്തിന് വേണ്ടി അവർക്ക് വയോ പാർക്കുകള് അത് നമ്മളുടെ ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കുട്ടികളെ കായികമേള പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി നമ്മളിപ്പോ ക്ലബ്ബുകൾക്കൊക്കെ സ്പോർട്സ് കിറ്റ് കൊടുത്തിന്. അവർക്ക് ഇനിയും കായികമേളയിൽ ഉണർന്ന് പ്രവർത്തിക്കുന്നതിന് വേണ്ടി അവർക്ക് ഫുട്ബോൾ ചെറിയ കുട്ടികൾക്ക് തന്നെ ഫുട്ബോൾ പരിശീലനം കൊടുത്തുകൊണ്ട് പോവുകയാണ്. അപ്പൊ അതൊക്കെ നമ്മുടെ ഭാവി പ്രവർത്തനങ്ങൾ. പിന്നെ നമ്മുടെ എല്ലാ മുഴുവൻ സ്കൂളുകളും നമുക്ക് സ്മാർട്ട് ആക്കണമെന്ന് നമ്മുടെ ഒരു ഭാവി പ്രവർത്തനമാണ്. അതുപോലെ നമ്മുടെ ഇനി മെഡിസിൻ കൊണ്ട് ജീവിക്കേണ്ട കാലഘട്ടമല്ല എന്ന് മനസ്സിലാക്കി നമുക്ക് മെഡിസിൻ ഇല്ലാതെ എല്ലാവർക്കും നമ്മുടെ ഓപ്പൺ ജിമ്മുകളും ഫിറ്റ്നസ് സെന്ററുകളൊക്കെ നമ്മൾ രൂപീകരിച്ചിട്ടുണ്ട്. തുടർന്ന് എല്ലാ വാർഡിലും നമുക്ക് ഫിറ്റ്നസ് സെന്ററും യുവാക്കൾക്കൊക്കെ ഓപ്പൺ ജിമ്മുകളും കാലത്തിനനുസരിച്ച് മെഡിസിൻ കൊണ്ടല്ല ആരോഗ്യം കൊണ്ട് നമ്മൾ ജീവിക്കാനുള്ള ഒരുപാട് നല്ല പ്രവർത്തനങ്ങളായിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ വേനൽക്കാലമാണ്, കുടിവെള്ളക്ഷാമമൊക്കെ നേരിടുന്ന ഒരു കാലഘട്ടമാണ്. പഞ്ചായത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള കുടിവെള്ളക്ഷാമം നേരിടുന്നുണ്ടോ? ഈ ഒരു പ്രശ്നം എങ്ങനെയാണ് ഗ്രാമപഞ്ചായത്ത് ഏറ്റെടുത്ത് പരിഹരിക്കുന്നത്? നമ്മുടെ പഞ്ചായത്തിൽ കുടിവെള്ളത്തിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു. അതൊക്കെ ഇപ്പൊ നമ്മുടെ ഈ ഭരണസമിതി വന്നതിന് ശേഷം ഒട്ടേറെ കുടിവെള്ള പദ്ധതികൾ നമുക്ക് ചെയ്യാൻ കഴിഞ്ഞു. ഇനി നമുക്ക് സമഗ്ര കുടിവെള്ള പദ്ധതി ആരംഭിക്കാനുള്ളതുണ്ട്. നമ്മുടെ കുടിവെള്ളം നമ്മൾ അടിച്ചു കൊടുക്കാൻ നമുക്ക് ഉണ്ട്. നമ്മൾക്ക് 1-2 വാർഡുകളുടെ മാത്രമാണ് നമ്മൾ ഉള്ളത്. ഇപ്പൊ നമുക്ക് നിലവിൽ പഞ്ചായത്ത് അടിക്കൽ തുടങ്ങിയിട്ടില്ല. നമുക്ക് ഇവിടുത്തെ ക്ലബ്ബുകളും സന്നദ്ധ പ്രവർത്തകരും വളരെയധികം സജീവമാണ്. അതുകൊണ്ട് നേരത്തെ തന്നെ ബുദ്ധിമുട്ടും പ്രയാസമുള്ളവർക്ക് അവർ തന്നെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് അവർക്ക് ബുദ്ധിമുട്ടുള്ളവർക്ക് ആ ഗ്രൂപ്പിൽ അറിയിച്ചാൽ അവർക്ക് തന്നെ ഉടനെ വെള്ളം അടിച്ചു കൊടുക്കുന്നുള്ള സംവിധാനം നമ്മൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ആരോഗ്യരംഗത്തും കാർഷിക മേഖലയിലും വിദ്യാഭ്യാസ മേഖലയിലടക്കം നിരവധി വികസന പ്രവർത്തനങ്ങളാണ് മൊറയൂർ ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കി വരുന്നത്. മലപ്പുറം ജില്ലയിലെ മൊറയൂർ പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങളാണ് പ്രസിഡന്റ് പൊറ്റമ്മൽ സുനീറ പങ്കുവച്ചത്. എല്ലാ ഭാവി വികസന പ്രവർത്തനങ്ങളും യാഥാർത്ഥ്യമാകട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി ശ്രീമതി സുനീറ.